ഇന്ത്യയുടെ ശരി ചെയ്യുമ്പോഴാണ് പാകിസ്ഥാന്റെ ശരി ചെയ്യുന്നത്. ലോകത്ത് ഇന്ന് വരെ ഉണ്ടായ എല്ലാ പ്രശ്നങ്ങളും ശരിയും തമ്മിലാണ്. 5 സെക്കൻഡ് നിങ്ങൾക്ക് തരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 5 കോടിക്കപ്പുറമാണ്. ലൈഫ് ലോങ് നിങ്ങൾക്ക് അതിന് വാല്യൂ ഉണ്ടാവും. നമസ്കാരം, ഡോക്ടർ അഭിജിത്ത് ആണ്, ആത്മാ വെൽനസ്. ഇന്ന് മെന്റൽ ഹെൽത്തിനെ പറ്റി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്കൊരു ചോദ്യമുള്ളത്, നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്തൊക്കെ തമ്മിലാണ്? നമ്മുടെ ജീവിതത്തിൽ ലോകത്ത് മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് തെറ്റും ശരിയും തമ്മിലാണ് എന്നല്ലേ നമ്മളുടെ കൺസെപ്റ്റ്? ആണോ അല്ലയോ? അല്ലേ? അതെ. പക്ഷെ ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ലോകത്ത് ഇന്ന് ഈ നിമിഷം വരെ ലോകത്ത് എവിടെയും തെറ്റും ശരിയും തമ്മിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ലോകത്ത് ഇന്ന് വരെ ഉണ്ടായ എല്ലാ പ്രശ്നങ്ങളും ശരിയും തമ്മിലാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഞാൻ ഈ പറയുന്നത് ചിന്തിക്കരുത്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇന്ത്യയുടെ ശരി ചെയ്യുമ്പോഴാണ് പാകിസ്ഥാന്റെ ശരി ചെയ്യുന്നത്. ഇപ്പൊ ഇസ്രായേലിന്റെ ശരി ചെയ്യുമ്പോഴാണ് അവിടെ പലസ്തീന്റെ ശരി ചെയ്യുന്നത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ശരികളാണ് എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം എന്നുള്ളതാണ് സത്യം. അപ്പൊ നമ്മൾ ഈ മെന്റൽ ഹെൽത്തിനെ പറ്റി പറയുമ്പോൾ, സൈക്കോളജിയെ പറ്റി പറയുമ്പോൾ, അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ, അതിനെപ്പറ്റി നിങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ബേസിക് ആയിട്ട് പറയാനുള്ള കാര്യം, ലോകത്തെല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് ശരിയും തമ്മിലാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ശരിയും തമ്മിലാണ്. നിങ്ങൾക്ക് അതിന് വേറെ പെർസ്പെക്റ്റീവ് ഉണ്ടാകാം, നമുക്ക് അതിനെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ വേറെയാകാം, അങ്ങനെയുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ ശരിക്കും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ശരിയും തമ്മിലല്ലേ? അപ്പൊ നമ്മൾ ഒരാളോട് വഴക്കുണ്ടാക്കും. അപ്പൊ ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ എൻ്റെ മാനേജറുമായിട്ട് ഒരു കാര്യം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാവും. ശരിക്കും മാനേജറുടെ ശരിയാണ് പറയുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ അവിടെ തെറ്റും ശരിയും തമ്മിലല്ല പ്രശ്നം ഉണ്ടാവും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ പ്രധാനപ്പെട്ട പ്രശ്നങ്ങള്, സ്ട്രെസ്സുകള്, ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി, ഇതൊക്കെ നമുക്ക് മാക്സിമം കുറയ്ക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തത്വം എന്നുള്ളത്, ലോകത്ത് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും തെറ്റും ശരിയും തമ്മിലല്ല, മറിച്ച് ശരിയും തമ്മിലാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കെതിരെ അവൻ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? അവന്റെ ശരി എന്തായിരിക്കാം? ഇനി അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ട് വീണ്ടും നിങ്ങൾക്ക് തോന്നുവാണ് ഞാൻ പറയുന്നതാണ് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ യു ഗോ ഫോർവേഡ്. നിങ്ങൾ ദേഷ്യപ്പെട്ടോളൂ, നിങ്ങൾ വഴക്കുണ്ടാക്കണമെങ്കിൽ വഴക്കുണ്ടായിക്കോളൂ. പക്ഷെ എൻ്റെ റിക്വസ്റ്റ്, അങ്ങനെ നിങ്ങൾ വഴക്കുണ്ടാക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ മറ്റേ സൈഡും കൂടെ ചിന്തിക്കാൻ പറ്റണം എന്നുള്ളതാണ്. നിങ്ങൾ ഭർത്താവ് ഭാര്യയോട് വഴക്കുണ്ടാക്കുന്നതിന് മുമ്പ്, ഭാര്യ ഭർത്താവിനോട് വഴക്കുണ്ടാക്കുന്നതിന് മുമ്പ്, അച്ഛൻ അമ്മയോട് കുട്ടികളോട് നമ്മൾ വഴക്ക് കൂടുന്നതിന് മുമ്പ്, കുട്ടികൾ പാരൻസിനോട് വഴക്ക് കൂടുന്നതിന് മുമ്പ് ഇതൊന്നും ആലോചിച്ച് നോക്കിയേ. എന്തുകൊണ്ടാണ് എൻ്റെ അച്ഛൻ അങ്ങനെ എന്നോട് പറഞ്ഞതെന്ന് ഒരു മോള് ചിന്തിച്ചു തുടങ്ങിയാലോ? എൻ്റെ മോൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞതെന്ന് ചിന്തിച്ചു തുടങ്ങി. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ 2023 ഞാൻ US പോകുന്നത്, ഞാൻ അമേരിക്കയിൽ പോകുന്നത്. അമേരിക്കയിൽ ഞാൻ ഒരു 10-40 ദിവസം അമേരിക്കയിലുണ്ടായിരുന്നു. ഞാനിങ്ങനെ പല ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടി ഓരോ സ്ഥലങ്ങളിൽ പോയപ്പോൾ എൻ്റെ നാട്ടിൽ കോട്ടയത്ത് നമ്മുടെ ആത്മയിൽ വന്ന് റെഗുലറായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഒരു പേഷ്യൻ്റ് ഉണ്ട്. മിനി എന്നാണ് ആൻറ്റിയുടെ പേര്. അപ്പം ഞാൻ മിനി ആൻറ്റിയുടെ വീട്ടിൽ പോയി ഇങ്ങനെ ഇരിക്കുമ്പോൾ, മിനി ആൻറ്റിയുടെ മോള് മേളിലുണ്ട്. അവള് അമ്മുവാണ്. അപ്പോൾ അമ്മു മേളിലുണ്ട്. ഞാൻ അവിടെ പോയി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാനിങ്ങനെ ചോദിച്ചു എന്ത് ചെയ്യാം ഹസ്ബൻഡ് എന്ത്? അപ്പോൾ ഹസ്ബൻഡ് വർക്കിന് പോയിട്ട് ഇപ്പോൾ വരും എന്ന് പറഞ്ഞു. അപ്പം മോള് മേളിലുണ്ട്, ഞാനിപ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മു ഇങ്ങ് വാ എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം വിളിച്ചു. ഒരു 5 മിനിറ്റ് ഞാനും ആൻറ്റി തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആൻറ്റി എനിക്ക് അതിനിടയ്ക്ക് ചായ തന്നു. അപ്പോൾ വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മു വന്നില്ല. പറഞ്ഞു അമ്മു ഇങ്ങ് വാ എന്ന് വീണ്ടും മിനി ആൻറ്റി വളരെ ദേഷ്യത്തോടു കൂടി പറയുന്നു. അപ്പോൾ വരാമെന്ന് വീണ്ടും രണ്ടാമതും അമ്മു പറഞ്ഞു. പക്ഷെ വന്നില്ല. ഒരു 5 മിനിറ്റോടെ കഴിഞ്ഞ് മൂന്നാമതും മിനി ആൻറ്റി വിളിക്കുകയാണ്. അപ്പോൾ വിളിക്കുമ്പോൾ അമ്മു ഇവിടെ വരാനാ പറഞ്ഞത് എന്ന് പറയുമ്പോൾ വരാം അമ്മേ എന്ന് പറഞ്ഞിട്ട് അമ്മു വീണ്ടും അവിടെ നിൽക്കണം. അത് കഴിഞ്ഞ് എൻ്റെ മുമ്പിൽ ഇൻസൾട്ട് ചെയ്യപ്പെടുന്നു എന്നൊരു ഈഗോയൊക്കെ ഹേർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ അമ്മ വരുന്നില്ല, കുഴപ്പമില്ല, അത് അങ്ങനെയല്ലല്ലോ, ഡോക്ടറോട് വന്നിട്ട് അവൾക്കൊന്ന് താഴോട്ടിറങ്ങി വരാൻ മേലെ എന്ന് ചോദിച്ചു വളരെ ദേഷ്യത്തോടു കൂടി ആൻറ്റി മേളിലോട്ട് പോവുകയും അവളെ വലിച്ചുകൊണ്ട് താഴോട്ട് വരുന്നതും കണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഇവരോട് ചോദിച്ചു, എന്താണ് ശരിക്കും, എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് പീരീഡ്സ് ആണ്, ഭയങ്കര പെയിനാണ്, അതുകൊണ്ടാണ് എനിക്ക് വരാൻ പറ്റാഞ്ഞത് എന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ യഥാർത്ഥത്തിൽ ഇവിടെ ആരാണ് തെറ്റ് ചെയ്തത്? മിനി ആൻറ്റി തെറ്റ് ചെയ്തിട്ടില്ല, അമ്മുവും തെറ്റ് ചെയ്തിട്ടില്ല. കാരണം ഞാൻ ഇത്രയും ദൂരത്തിന് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ മോളെ ഒന്ന് പരിചയപ്പെടുത്തണം, അല്ലെങ്കിൽ മോളൊന്ന് കാണണം എന്ന ആഗ്രഹത്തോടുകൂടി മിനി ആൻറ്റി ആദ്യത്തെ പ്രാവശ്യം വിളിക്കുന്നുണ്ടാണ്. അപ്പം ഞാൻ ഇവിടെ എൻ്റെ മുന്നിൽ വെച്ച് വിളിക്കുമ്പോൾ അവൾക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് വന്ന് എന്നെ റെസ്പെക്ട് ചെയ്യാലോ, ഞാൻ പറയുന്നതിനൊരു വാല്യൂ കാണിക്കാമല്ലോ എന്നുള്ള ദേഷ്യമാണ് മിനി ആൻറ്റിക്ക് ഉണ്ടായത്. മേളിൽ അമ്മുവോ ഭയങ്കര പെയിനാണ് അത്. എന്നാൽ അമ്മ എനിക്ക് ഒരു പ്രശ്നമുണ്ട്, ഞാൻ അമ്മയോട് പറയാം, അല്ലെങ്കിൽ മേളിൽ നിന്ന് മൊബൈൽ എടുത്തിട്ട് താഴോട്ട് അമ്മേ എനിക്കിങ്ങനെ ഇഷ്യൂ ഉണ്ടെന്ന് പറയാൻ അമ്മയ്ക്ക് അമ്മൂനും തോന്നിയില്ല. അപ്പോൾ
രണ്ടാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം പെയിൻ കാരണം നമ്മൾ വരാത്തത്. അവസാനം പോയി അവിടെ ഒരു സംഘർഷമൊക്കെ നീങ്ങുക എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നപ്പോൾ ഇത് ഒരു ഉദാഹരണമാണ് അല്ലേ. യഥാർത്ഥത്തിൽ അമ്മയും മോളും തെറ്റിയതവരല്ല. അവരുടെ രണ്ടുപേരുടെയും ഭാഗത്ത് അവരവരുടേതായ ശരികളുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ വളരെ ക്ലോസ്ലി ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്കെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മളുടേതായ ശരികളുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ വലിയ സ്ട്രെസ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ സ്ട്രെസ് എടുക്കുക, നമ്മളോട് ഒരാൾ വഴക്കുണ്ടാക്കി, നമ്മളോട് ഒരാൾ ദേഷ്യപ്പെട്ടു, നമ്മളോട് ഒരാൾ അങ്ങനെ നിങ്ങൾ സ്ട്രെസ് എടുക്കുക. എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ സംസാരിച്ചെന്ന് ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചിട്ട് നമ്മുടെ ഭാഗത്താണ് ശരിയെങ്കിൽ ഗോ ഫോർവേഡ് വിത്ത് ഇറ്റ്. അതാണ് ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മളുടെ ഭാഗത്തു നിന്ന് മാത്രമല്ലാതെ അപ്പുറത്തെ ഭാഗം കൂടെ ചിന്തിച്ചിട്ട് റിയാക്ട് ചെയ്യുക. 5 സെക്കൻഡേ എടുക്കത്തുള്ളൂ. 5 സെക്കൻഡ് നിങ്ങൾക്ക് തരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 5 കോടിക്ക് അപ്പുറമാണ്. ലൈഫ് ലോങ് നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂ ഉണ്ടാവും. സോ ഏത് ഇഷ്യൂവിനോടും നിങ്ങൾ റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് തെറ്റും ശരിയെന്നും, 2 ശരികൾ തമ്മിലാണ് വഴക്കുണ്ടാക്കുന്നതെന്നും, അവൻ്റെ ശരി എന്താണെന്നും അവൻ എന്തുകൊണ്ടാണ് എന്നോട് അങ്ങനെ പറഞ്ഞതെന്നും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റട്ടെ. അങ്ങനെ നമ്മുടെ ജീവിതം കൂടുതൽ കളർഫുൾ ആകട്ടെ.